അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി മാമ്പഴ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിട്ട് പോയാലോ. അപ്പോൾ അതിലേക്ക് വേണ്ടി 2 മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം, നല്ല മധുരമുള്ള പഴം എടുത്തിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ മാമ്പഴം എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മിക്സിയുടെ. ഇനി വേണ്ടത് 1/4 കപ്പ് പാല്, പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് മാറ്റാം അതിന്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് വേണ്ടി ജെല്ലി തയ്യാറാക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ച് ഒരു പാത്രത്തിൽ അതിലേക്ക് വേണ്ടി 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഇതിലേക്ക് കുറച്ച് ഓറഞ്ച് യെല്ലാണ് ഇട്ട് കൊടുക്കുന്നത്, കളറ്. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ്, അഗർ എന്നൊക്കെ പറയില്ലേ, അതിലിട്ട് കൊടുക്കാം. ഇനി അതൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ജെല്ലി തണുത്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇനി ഇളക്കിയെടുക്കാം. അപ്പോൾ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത്. ഇനി ഞാൻ ഇതേപോലത്തെ ട്രേയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ജെല്ലി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ഇത് പുറത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ സ്റ്റവ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല 1/2 ലിറ്റർ കട്ടിയുള്ള നല്ല കട്ടിയുള്ള പാലെടുത്തിട്ടുണ്ട്, 1/2 ലിറ്റർ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കലക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്, അഗർ പൊടിച്ചത്, അത് ഇതിലിട്ട് കൊടുക്കാം.
നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി കിട്ടണം. കുറുകി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇതില്ലേ കണ്ടൻസ് മിൽക്ക്, അത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, പഞ്ചസാരയ്ക്ക് പകരം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിടുമ്പം കുറേ കൂടെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും മതിയാവും. കുറച്ച് കട്ടിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് തണുക്കുമ്പോഴും മാമ്പഴം ചേർത്ത് കൊടുക്കാം. ഇപ്പം പാലിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള മാമ്പഴം ഇല്ലേ, ഇതിലോട്ടിട്ട് കൊടുക്കാം. ഇത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ജെല്ലി ഇട്ട് കൊടുക്കുക അതിലോട്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാവൂ, ഫ്രീസറിൽ വയ്ക്കരുത്. ഞാൻ ഇത് നൈറ്റാണ് ചെയ്യുന്നത്, അതുകൊണ്ട് രാവിലെ എടുക്കുന്നുള്ളൂ. ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ട് വരാം നാളെ. അപ്പം നമ്മളെ പുഡിങ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട്.